Born-Oppenheimer approximation or diatomic vibrating rotator. So a molecule rotates while executing vibrational motion, and therefore rotation energy changes may also accompany vibrational energy change. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടതാണ് എന്താണ് ഒരു ഡയറ്റോമിക് മോളിൻ്റെ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോൺ റിജിഡ് ആണ്, അതല്ലെങ്കിൽ അൻഹാർമോണിക് ആണെന്നൊക്കെ. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് അതിൻ്റെ വൈബ്രേഷണൽ മോഷൻ അല്ലെങ്കിൽ വൈബ്രേഷൻ ലെവൽസിന് എന്തുണ്ടാവും, ചേഞ്ച് ഉണ്ടാവും അല്ലേ. സോ നമ്മൾ അതുകൂടെ കൺസിഡർ ചെയ്യണം. സോ വൈബ്രേഷണൽ ബാൻഡ് ഈസ് ഫൗണ്ട് ടു കണ്ടെയ്ൻ റൊട്ടേഷണൽ ഫൈൻ സ്ട്രക്ചർ. വൈബ്രേഷണൽ ബാൻഡിൽ റൊട്ടേഷണൽ ഫൈൻ സ്ട്രക്ചറും നമ്മുടെ സ്പെക്ട്രത്തിൽ നമ്മൾ എക്സ്പെരിമെൻ്റലി കണ്ടതാണ്. സോ വൈബ്രേഷണൽ എനർജിയും റൊട്ടേഷണൽ എനർജിയും ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം ഒരു ഡയാറ്റോമിക് മോളിക്യൂളിൻ്റെ കേസിൽ. സോ ഇലക്ട്രോണിക് എനർജീനെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യാം. സോ ഈ ടു എനർജീസ്, ദ വൈബ്രേഷണൽ എനർജിയും അതേപോലെ തന്നെ റൊട്ടേഷണൽ എനർജീസ് ഓഫ് വൈബ്രേഷൻ ഡിഫേഴ്സ് കൺസിഡറബിളി. അപ്പോൾ നമ്മളൊരു അപ്രോക്സിമേഷൻ നടത്തുകയാണ്. ദാറ്റ് ഈസ് ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ പ്ലസ് വൈബ്രേഷൻ രണ്ടിനെയും നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് കോൾഡ് ദ ബോൺ അപ്രോക്സിമേഷൻ. ദാറ്റ് ഈസ് ഈ ജെ കോമ വി എന്ന് പറഞ്ഞാൽ അപ്സിലോൺ ജെ പ്ലസ് അപ്സിലോൺ വി. ഇവിടെ എനർജി അതാണ് അപ്സിലോൺ. ഓക്കെ, ഇനി നമുക്ക് അപ്സിലോൺ ജെ അറിയാം അല്ലേ, റൊട്ടേഷണൽ എനർജി അറിയാം, അതേപോലെ തന്നെ വൈബ്രേഷണൽ എനർജിയും. ദാറ്റ് ഈസ് അപ്സിലോൺ ജെ ഈസ് ഈക്വൽ ടു ബി ജെ ഇൻറ്റു ജെ പ്ലസ് 1 മൈനസ് ഡി ജെ സ്ക്വയർ ഇൻറ്റു ജെ പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ജെ ഈസ് ഈക്വൽ ടു 0, 1 to etc. അപ്പോൾ ഇവിടെ ഡി എന്ന് പറഞ്ഞാലൊക്കെ നമ്മൾ സെൻട്രിഫ്യൂജൽ ഡിസ്റ്റോർഷൻ കോൺസ്റ്റൻ്റ് ആയിരുന്നു. അതേപോലെ എപ്സിലോൺ വി എന്ന് പറഞ്ഞാൽ ബി പ്ലസ് ഹാഫ് ഇൻറ്റു ന്യൂ ഇ ബാർ മൈനസ് ബി പ്ലസ് ഹാഫ് ദി ഹോൾ സ്ക്വയർ ഇൻറ്റു കൈ ഇ ഇൻറ്റു ന്യൂ ഇ ബാർ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് വി ഈസ് ഈക്വൽ ടു 0, 1 to etc. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിൽ ഇപ്പോൾ നമ്മൾ ഒരു ലെവലിൽ നിന്ന് വേറൊരു ലെവലിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ മീൻസ് ട്രാൻസിഷൻ നടക്കും, നമ്മൾ ഈ കോൺസ്റ്റൻറ്റുകളൊക്കെ മാറുന്നുണ്ടായിരുന്നില്ല അല്ലേ. ബി എന്ന് പറഞ്ഞാൽ വി ഇപ്പോൾ സപ്പോസ് ജെ ഈക്വൽ ടു 0 എന്ന് 1ലേക്ക് പോവുകയാണെങ്കിലും ബി നമ്മൾ ബി തന്നെയായിട്ടാണ് എടുത്തത്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ഇപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കണം നോക്കാം. എനിവേ അതൊന്ന് മൈൻഡിൽ വയ്ക്കുക. ഇനി നമുക്ക് കിട്ടിയ രണ്ട് ഇക്വേഷൻസ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എപ്സിലോൺ ജെ കോമ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, ഈസ് ഡി ജെ ഇൻറ്റു ജെ പ്ലസ് 1 മൈനസ് ഡി ജെ സ്ക്വയർ ഇൻറ്റു ജെ പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ പ്ലസ് വി പ്ലസ് ഹാഫ് ന്യൂ ഇ ബാർ മൈനസ് വി പ്ലസ് ഹാഫ് ദി ഹോൾ സ്ക്വയർ ഇൻറ്റു ന്യൂ ഇ ബാർ എക്സ് ഇ ബാർ ഇൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ നമ്മുടെ നൊട്ടേഷനിൽ അപ്പർ സ്റ്റേറ്റിനെ സിംഗിൾ പ്രൈം ആയിട്ടും ലോവർ സ്റ്റേറ്റിനെ ഡബിൾ പ്രൈം ആയിട്ടും ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ട്രാൻസിഷൻ ഫ്രം വി ഈസ് ഈക്വൽ ടു 0 എന്ന് വി ഈക്വൽ ടു 1ലേക്കുള്ള ട്രാൻസിഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വൈബ്രേഷണൽ ലെവലാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ റൂൾസ്, സെലക്ഷൻ റൂൾസ് എന്താണ്, ഡെൽറ്റ വി ഈക്വൽ ടു പ്ലസ് ഓർ -1 പ്ലസ് ഓർ -2 എക്സെട്ര. അതേപോലെ തന്നെ ഡെൽറ്റ ജെ ഈക്വൽ ടു പ്ലസ് ഓർ -1. ഇതാണ് നമ്മുടെ സെലക്ഷൻ റൂൾ. ഓക്കെ, അപ്പോൾ വി ഈക്വൽ ടു 0 എന്ന് വി ഈക്വൽ ടു 1ലേക്കുള്ള ട്രാൻസിഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തത് എങ്ങനെയാണ്, ബി കോമ ഡി ആർ സെയിം ഫോർ വി ഈക്വൽ ടു 0 ആൻഡ് നമ്മൾ മുന്നേ ചെയ്ത പോലത്തെ കേസിൽ, അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ കോൺസ്റ്റൻറ്റുകൾ സെയിം ആയിട്ട് തന്നെ നമ്മൾ എടുത്തു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ കൺസിഡർ അസ്യൂം ബി കോമ ഡി ആർ സെയിം ഫോർ ബോത്ത് വി ഈക്വൽ ടു 0 ആൻഡ് വി ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യുക, ബി വന്നു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ എപ്സിലോൺ ജെ കോമ വി പ്ലസ് 1 എപ്സിലോൺ ജെ കോമ വി മൈനസ്. ഓക്കെ, എപ്സിലോൺ ജെ കോമ വി പ്ലസ് 1 എന്ന് എപ്സിലോൺ ജെ കോമ വി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിന് കറസ്പോണ്ടിങ് ട്രാൻസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈന് കിട്ടും അല്ലേ, ഇൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. അപ്പോൾ ന്യൂ ബാർ ഫ്രം 0 to 1, അതായത് വി ഈക്വൽ ടു 0 to വി ഈക്വൽ ടു 1ലേക്കാണ് പോണത്. ഓക്കെ, നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന അബ്സോർപ്ഷൻ സ്പെക്ട്രാണ് കേട്ടോ. അപ്പോൾ ന്യൂ ബാർ, അപ്പോൾ എനിവേ ന്യൂ ബാർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മൾ അപ്പറിന് പ്രൈമും ലോവറിന് ഡബിൾ പ്രൈമും ആണ്. അപ്പോൾ ബി ഇൻറ്റു ജെ പ്രൈം
into j prime plus 1 into dj prime square into j prime plus 1 the whole square plus v prime plus half nu e bar minus v prime plus half the whole square into nu e bar into chi e. then minus ലോവറിൻ്റെ മൈനസ് ഓഫ് എന്ന് വരുമ്പോൾ മൈനസിന് ഞാൻ ഉള്ളിക്കെടുത്ത് എഴുതിയിരിക്കുകയാണ് ബി ഇൻറ്റു ജെ ഡബിൾ പ്രൈം ഇൻറ്റു ജെ ഡബിൾ പ്രൈം പ്ലസ് 1 പ്ലസ് ഡി ഇൻറ്റു ജെ ഡബിൾ പ്രൈം സ്ക്വയർ ഇൻറ്റു ജെ ഡബിൾ പ്രൈം പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് വി ഡബിൾ പ്രൈം പ്ലസ് ഹാഫ് ഇൻറ്റു ന്യൂ ഇ ബാർ പ്ലസ് വി ഡബിൾ പ്രൈം പ്ലസ് ഹാഫ് ദി ഹോൾ സ്ക്വയർ ഇൻറ്റു ന്യൂ ഇ ബാർ ഇൻറ്റു കൈ ഇ. അപ്പോൾ ഇതിൽ നമ്മുടെ ലോവർ ലെവൽ വി ഡബിൾ പ്രൈം 0യും അപ്പർ ലെവൽ ബി പ്രൈം 1 ആണ്. ആ വാല്യൂ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലേ. അപ്പോൾ വി ഡബിൾ പ്രൈമിൽ 0 വരുന്ന വാല്യൂസ് എല്ലാം വാനിഷ് ചെയ്ത് പോകും. ബാക്കി നമുക്ക് എന്ത് വരും? ബി ജെ പ്രൈം ഇൻറ്റു ജെ പ്രൈം പ്ലസ് 1 മൈനസ് ഡി ജെ പ്രൈം സ്ക്വയർ ഇൻറ്റു ജെ പ്രൈം പ്ലസ് 1 ഹോൾ സ്ക്വയർ ദെൻ 3/2 ന്യൂ ഇ ബാർ മൈനസ് 9/4 ന്യൂ ഇ ബാർ എക്സ് ഇ മൈനസ് ബി ജെ ഡബിൾ പ്രൈം ഇൻറ്റു ജെ ഡബിൾ പ്രൈം പ്ലസ് 1 പ്ലസ് ഡി ഇൻറ്റു ജെ ഡബിൾ പ്രൈം സ്ക്വയർ പ്ലസ് ജെ ഡബിൾ പ്രൈം പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ മൈനസ് 1/2 ന്യൂ ഇ ബാർ പ്ലസ് 1/4 ന്യൂ ഇ ബാർ ഇൻറ്റു എക്സ്. ഇപ്പോൾ മാത്തമാറ്റിക്കലായിട്ട് എന്താണ് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ ജസ്റ്റ് വാല്യൂ കൊടുത്ത് എഴുതിയിട്ടേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ ഈ രണ്ട് ടേംസ് നോക്കുക. ദാറ്റ് ഈസ് 3/2 ന്യൂ ഇ ബാർ മൈനസ് 1/2 ന്യൂ ഇ ബാർ. അപ്പോൾ നമുക്കത് ന്യൂ ഇ ബാർ കിട്ടും. അതേപോലെ തന്നെ അടുത്തത് 9/4 ന്യൂ ഇ ബാർ എക്സ് സിയും 1/4 ന്യൂ ഇ ബാർ എക്സ് സിയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ന്യൂ ഇ ബാർ എക്സ് സി എന്നും കിട്ടും. അപ്പോൾ എന്താണ് അതെന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് നമ്മൾ അതിന് ന്യൂ ഇ ബാർ പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ന്യൂ ഇ ബാർ ഇൻറ്റു 1 - 2x എന്ന് വരും. അപ്പോൾ ന്യൂ ഇ ബാർ ഇൻറ്റു 1 - 2x എന്താ? നമ്മുടെ ഫണ്ടമെൻ്റൽ അബ്സോർപ്ഷൻ ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈനാണ് അല്ലേ. ദാറ്റ് ഈസ് നമുക്ക് ആ ടേമുകളെ ന്യൂ ഇ ബാർ ഇൻറ്റു 1 - 2x കിട്ടും. ദെൻ ബാക്കിയുള്ള ടേമുകളെ എല്ലാവരും ഒരുമിച്ച് എഴുതി. ഓക്കെ, സോ ന്യൂ ഇ ബാർ ഇൻറ്റു 1 - 2x നമ്മളതിന് ന്യൂ 0 എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുക, ന്യൂ 0 ബാർ എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ദെൻ നമ്മൾ എന്ത് ചെയ്തു? ഡി ഉള്ള ടേമിന് മൈനസ് ഡീനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇതാ ഇവിടെ ഡി ഉണ്ട്, ഈ ഡി ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള ടേമുകൾ ജെ പ്രൈം സ്ക്വയർ ഇൻറ്റു ജെ പ്രൈം പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ മൈനസ് ജെ ഡബിൾ പ്രൈം സ്ക്വയർ ഇൻറ്റു ജെ ഡബിൾ പ്രൈം പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ. ദെൻ ബാക്കി ബിയുടെ ടേമിനെ എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്ത് എഴുതി. ഓക്കെ, എക്സ്പാൻഡ് ചെയ്ത് എഴുതി. നെക്സ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ന്യൂ ബാർ ഇസ് ഈക്വൽ ടു ന്യൂ ഇ ബാർ ഇൻറ്റു 1 - 2x ദെൻ മൈനസ് ഡി ഇൻറ്റു ഇതിനെ ഓക്കെ ദാറ്റ് ടേം അതേപോലെ തന്നെ റിമെയിൻ ചെയ്യണോ? ഓക്കെ, ഇവിടെ അതായത് ഈ ബിയുടെ ടേം നോക്കുക. ബിയുള്ള ടേമിൽ ജെ പ്രൈം മൈനസ് ജെ ഡബിൾ പ്രൈം ഉണ്ടല്ലോ, ജെ പ്രൈം മൈനസ് ജെ ഡബിൾ പ്രൈമിനെ അതിലുള്ള ബീനെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബി ഇൻറ്റു ജെ പ്രൈം മൈനസ് ജെ ഡബിൾ പ്രൈം, ബാക്കിയുള്ളത് ബി ഇൻറ്റു ജെ പ്രൈം സ്ക്വയർ മൈനസ് ജെ ഡബിൾ പ്രൈം സ്ക്വയർ. അപ്പോൾ ഈ ജെ പ്രൈം മൈനസ് ജെ ഡബിൾ പ്രൈമിന് നമുക്ക് ഡെൽറ്റ ജെ എന്ന് എഴുതാം. അതാണ് ബി ഇൻറ്റു ഡെൽറ്റ ജെ എന്ന് എഴുതിയിട്ടുള്ളത്. ബാക്കിയുള്ള ടേംസിനൊന്നും മാറ്റില്ല. ഇനി നമ്മുടെ എന്ത് പറയാം, നമുക്ക് എന്താണ് ഡെൽറ്റ ജെ ഇത് സെലക്ഷൻ റൂൾ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ജെ ഈക്വൽ ടു +or-1 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പി ബ്രാഞ്ചും ആർ ബ്രാഞ്ചും കിട്ടി അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെൽറ്റ ജെക്ക് നമ്മൾ ആ ഒരു സെലക്ഷൻ റൂളുകൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെൽറ്റ ജെ എന്ന് പറഞ്ഞാൽ ജെ പ്രൈം മൈനസ് ജെ ഡബിൾ പ്രൈം ആണ്. ജെ ഡബിൾ പ്രൈം എന്ന് പറഞ്ഞാൽ ലോവർ ലെവൽ, ജെ പ്രൈം എന്ന് പറഞ്ഞാൽ അപ്പർ ലെവലാണ്. ഓക്കെ, സോ നമ്മൾ ഡെൽറ്റ ജെ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡെൽറ്റ ജെ ഈക്വൽ ടു +1 ആണ്. ഡെൽറ്റ ജെ ഈക്വൽ ടു +1 എന്താണ്? ആർ ബ്രാഞ്ച് ആണ് അല്ലേ. ദാറ്റ് ഈസ് ജെ പ്രൈം മൈനസ് ജെ ഡബിൾ പ്രൈം എന്ന് പറഞ്ഞാൽ +1 ആണെന്ന് എടുക്കുക. അപ്പോൾ അത് നമുക്ക് ജെ പ്രൈമിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ജെ പ്രൈം ഈക്വൽ ടു എന്താണ്? ജെ ഡബിൾ പ്രൈം +1. ഓക്കെ, സോ നമ്മുടേതാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഇത് ഈ ഇക്വേഷൻ്റെ അതിലേക്കാണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അല്ല, അതിലേക്കല്ല, ഇവിടെ നമ്മൾ ഡെൽറ്റ ജെ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടല്ലോ, ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? ന്യൂ ബാർ ഈക്വൽ ടു ഡെൽറ്റ ജെക്ക് +1 എന്ന് കൊടുത്താൽ സോ വി വിൽ ഗെറ്റ് ന്യൂ ഇ ബാർ ഇൻറ്റു 1 - 2x so we will get -d into j prime
plus 1d whole square into j double prime plus 2 minus j double prime square into j double prime plus 1d whole square plus b, then ബാക്കി b into j double prime plus 1d whole square minus j double prime square എല്ലാം j double primeലേക്ക് ആക്കാം. ഓക്കെ, ജസ്റ്റ് അതിന് നമ്മളിനി എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണ്. അതായത് ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് എഴുതി ക്യാൻസൽ ചെയ്യാൻ ടേമുകളെല്ലാം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? മാത്തമാറ്റിക്കലായിട്ട് ചെയ്തൊന്ന് മാത്രം നോക്കിയാൽ മതി. വി ഗെറ്റ് ന്യൂ ആർ ബാർ, ആർ ബ്രാഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ എന്ന് പറഞ്ഞാൽ ന്യൂ 0 ബാർ പ്ലസ് 2b ഇൻറ്റു ജെ ഡബിൾ പ്രൈം പ്ലസ് 1 മൈനസ് 4d ഇൻറ്റു ജെ ഡബിൾ പ്രൈം പ്ലസ് 1d ഹോൾ ക്യൂബ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് വരും. ഓക്കെ, ജെ ഡബിൾ പ്രൈം ഈക്വൽ ടു 0 1 2 എക്സെട്ര. ജെ ഡബിൾ പ്രൈം എന്ന് പറഞ്ഞാൽ ലോവർ ലെവലാണ്, ആർ ബ്രാഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? പി ബ്രാഞ്ച് എടുക്കുക. അതായത് ഡെൽറ്റ ജെ ഈക്വൽ ടു -1 ജെ പ്രൈം ഈക്വൽ ടു ജെ ഡബിൾ പ്രൈം വരും. അപ്പോൾ നമുക്ക് എന്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ജെ പ്രൈം എന്ന് പറഞ്ഞാൽ ഇവിടെ ജെ ഡബിൾ പ്രൈമിന് സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ജെ ഡബിൾ പ്രൈം എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ജെ പ്രൈം എന്ന് വരും. അപ്പോൾ അങ്ങനെ നമുക്കെല്ലാം ജെ പ്രൈമിൽ കിട്ടും. ജെ പ്രൈം എന്ന് പറഞ്ഞാൽ ഹയർ ലെവലാണ്. സോ ന്യൂ 0 ബാർ മൈനസ് 2b ഇൻറ്റു ജെ പ്രൈം പ്ലസ് 1 പ്ലസ് 4d ഇൻറ്റു ജെ പ്രൈം പ്ലസ് 1d ഹോൾ ക്യൂബ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. അപ്പോൾ ജനറലി അല്ലെങ്കിൽ നമ്മളൊരു എം എന്ന് പറയുന്നൊരു വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ആർ ബ്രാഞ്ചിൻ്റെ കേസിൽ എം എന്ന് പറഞ്ഞാൽ ജെ ഡബിൾ പ്രൈം പ്ലസ് 1 ആണ്, അത് പോസിറ്റീവ് ആയിരിക്കുമല്ലോ. അതേപോലെ തന്നെ പി ബ്രാഞ്ചിൻ്റെ കേസിൽ അത് ജെ പ്രൈം പ്ലസ് 1 ആണ്, അത് നെഗറ്റീവും ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എം എന്ന് പറഞ്ഞിട്ട് ജനറലി നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് ന്യൂ ബാർ പി ആർ, രണ്ട് ഇക്വേഷനെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ന്യൂ 0 ബാർ പ്ലസ് 2bm മൈനസ് 4d എം ക്യൂബ് എന്ന് എഴുതാം. സോ എം ഈസ് ഈക്വൽ ടു +or-1, +or-2, എക്സെട്ര. ഓക്കെ, അപ്പോൾ ഡി എക്സ്ട്രീംലി സ്മോൾ ആവുന്ന കേസിൽ ന്യൂ ബാർ പി ആർ ഈസ് ഈക്വൽ ടു ന്യൂ 0 പ്ലസ് 2bm. അപ്പോൾ എന്തായാലും ന്യൂ ബാർ പി ആർ എന്ന് പറഞ്ഞാൽ ന്യൂ 0 പ്ലസ് 2bm സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് വന്നു. അപ്പോൾ അതിൽ തന്നെ പി ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ലോ ഫ്രീക്വൻസി റേഞ്ച് എന്ന് വെച്ചാൽ ഇത് ന്യൂ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇറ്റ് ഈസ് ദ ബാൻഡ് സെൻറ്റർ ഓർ ബാൻഡ് ഒറിജിൻ. അപ്പോൾ അതിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള ഭാഗമാണ് പി വരിക, അതേപോലെ തന്നെ റൈറ്റിലേക്കുള്ള ഭാഗമാണ് ആർ വരിക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡയഗ്രാം ഫിഗർ ഉണ്ട്, കണ്ടോ? അപ്പോൾ ദിസ് ഈസ് ന്യൂ 0 ബാർ, ദിസ് ഈസ് ദ ബാൻഡ് ഒറിജിൻ. അപ്പോൾ ഡെൽറ്റ ജെ ഈക്വൽ ടു -1 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പി ബ്രാഞ്ച് വരും. അതേപോലെ തന്നെ ഡെൽറ്റ ജെ ഈക്വൽ ടു +1 കറസ്പോണ്ടിങ് ആയിട്ട് ആർ ബ്രാഞ്ച് വരും. അപ്പോൾ ഓരോന്നിനും, അതായത് ഇവിടെ 1 അടുത്തത്, ദാറ്റ് ഈസ് നമ്മൾ വൈബ്രേഷൻ വി ഈസ് ഈക്വൽ ടു 0, വി ഈസ് ഈക്വൽ ടു 1 ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അതിനകത്തുള്ള ജെ റൊട്ടേഷൻ അല്ലേ, അതിനകത്തുള്ള ജെ ആണ്. അപ്പോൾ ഡെൽറ്റ ജെ ഈക്വൽ ടു -1 ആണ് നമ്മുടെ പി ബ്രാഞ്ച്. അപ്പോൾ അതിന് 1 0ലേക്ക് പോകുമ്പോൾ ഡെൽറ്റ ജെ -1 വരും. പിന്നെ അടുത്തത് എന്താണ്? 2 1ലേക്ക്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് P2 എന്ന് പറയുന്നത് വന്നിരിക്കുന്നത്. പിന്നെ P3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 3 2ലേക്ക്, അങ്ങനെ. അതേപോലെ തന്നെ 6 ഡെൽറ്റ ജെ ഈക്വൽ ടു +1 എന്ന് പറയുമ്പോൾ ഇവിടെ 0 1ലേക്ക് പോയിട്ടുണ്ട് ട്രാൻസിഷൻ. ദെൻ അടുത്തത് 1 2ലേക്ക്. അപ്പോൾ അങ്ങനെ ആർ ബ്രാഞ്ച് R1 R2 അങ്ങനെ. അതേപോലെ തന്നെ രണ്ട് അടുത്തടുത്തുള്ള പി ബ്രാഞ്ച് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2b ആണ്. അതേപോലെ തന്നെ ആർ ബ്രാഞ്ചിൻ്റെ 2b ആണ്. ഇതായത് പി ബ്രാഞ്ചിൻ്റെയും ആർ ബ്രാഞ്ചിൻ്റെയും ആ ഒരു അകലം എന്ന് പറയുന്നത് എന്താണ്? 4b ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ ബാൻഡ് സെൻറ്റർ ഓർ ബാൻഡ് ഒറിജിൻ എന്ന് പറഞ്ഞാലാണ് ന്യൂ 0 ബാർ. ഓക്കെ, ഡെൽറ്റ ജെ ഈക്വൽ ടു -1 കറസ്പോണ്ടിങ് ആയിട്ട് പി ബ്രാഞ്ചും, അതേപോലെ തന്നെ ഡെൽറ്റ ജെ ഈക്വൽ ടു +1 കറസ്പോണ്ടിങ് ആയിട്ട് ആർ ബ്രാഞ്ചും ആണുള്ളത്. നൗ ഇനി മാക്സിമം നമുക്കൊരു ഇക്വേഷൻ, വി ഹാവ് ദിസ് ഇക്വേഷൻ ജെ ലെവൽ ഓഫ് മാക്സിമം പോപ്പുലേഷൻ. അപ്പോൾ
റൊട്ടേഷൻ ലെവലിൽ മാക്സിമം പോപ്പുലേഷൻ ലെവലുള്ള റൊട്ടേഷൻ ലെവൽ കിട്ടാൻ വേണ്ടിയിട്ട് ദ ഇക്വേഷൻ ഈസ് ജെ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ടി ബൈ 2b HC മൈനസ് 1/2. ഇത് ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ആണ് അവിടെ. അപ്പോൾ കെ എന്ന് പറഞ്ഞാൽ ബോൾസ്മാൻ കോൺസ്റ്റൻ്റ് ആണ്, ബി എന്ന് പറഞ്ഞാൽ റൊട്ടേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പം ഇതിൽ എം ഈക്വൽ ടു ജെ പ്ലസ് 1. സോ വി ഹാവ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ല എം ഈസ് ഈക്വൽ ടു ജെ പ്ലസ് 1 ആണെന്നുണ്ടെങ്കിൽ ദെൻ വി ക്യാൻ റൈറ്റ് എം എന്ന് പറഞ്ഞാൽ എന്താണ് ജെ ദിസ് അല്ലേ. സോ ദിസ് പ്ലസ് 1 എന്ന് പറയുമ്പോൾ വി വിൽ ഗെറ്റ് എം എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് കെ ടി ബൈ 2b HC പ്ലസ് ഹാഫ് എന്ന് കിട്ടും. സോ ന്യൂ ബാർ മാക്സിമം ഇൻറ്റൻസിറ്റി. അപ്പോൾ മാക്സിമം ഇൻറ്റൻസിറ്റിയിലുള്ള ലൈന് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബിക്കം ന്യൂ ബാർ 0 പ്ലസ് ഓർ മൈനസ് 2b ഇൻറ്റു റൂട്ട് ഓഫ് കെ ടി ബൈ 2 HCB പ്ലസ് ഹാഫ് ആണ്. ഓക്കെ, പ്ലസ് സൈൻ ഫോർ പി ആർ ബ്രാഞ്ച്, അതേപോലെ മൈനസ് സൈൻ ഫോർ പി ബ്രാഞ്ച്. ഓക്കെ, മാക്സിമം ഇൻറ്റൻസിറ്റിയിലുള്ള പി ബ്രാഞ്ച് ആയാലും ആർ ബ്രാഞ്ച് ആയാലും ഈ ഒരു ഇക്വേഷൻ എന്നാണ് നമുക്ക് കിട്ടുക. ഇനി സെപ്പറേഷൻ ബിറ്റ്വീൻ ദ മാക്സിമ ഇൻ ദ നമുക്ക് ഈ സ്പെക്ട്രത്തിൽ മാക്സിമം പിയും മിനിമം പിയും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഇൻറ്റൻസിറ്റിയിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ന്യൂ ബാർ ഇസ് ഈക്വൽ ടു 4b ഇൻറ്റു റൂട്ട് ഓഫ് കെ ടി by 2 HCB plus half, that is equal to root of 8 KTB by HC plus 2b. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ്. ഇതാണ് ബോൺ ഒപ്പൻഹൈമർ അപ്രോക്സിമേഷൻ. ഇവിടെ നമ്മൾ ചെയ്ത കാര്യം നമ്മൾ പറഞ്ഞു, ബി അതായത് റൊട്ടേഷൻ കോൺസ്റ്റൻറ്റിനെ ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ നമ്മൾ സെയിം ആയിട്ടാണ് എടുത്തത്. ഇനി നമ്മൾ ഇവിടെ നോക്കുക, ഇത് ഫണ്ടമെൻ്റൽ റൊട്ടേഷൻ വൈബ്രേഷൻ ബാൻഡ് ഓഫ് HCl മോളിക്യൂൾ. അപ്പോൾ HClൻ്റെ മോളിക്യൂളിൻ്റെ സ്പെക്ട്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ് എന്താ, ഇവിടെ പി നോക്കുക. അപ്പോൾ നേരത്തെ ഈ ഒരു ഫിഗറിൽ എങ്ങനെയായിരുന്നു, എല്ലാറ്റിൻ്റെയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2b ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താ, ഈ പി ബ്രാഞ്ചിൻ്റെ കണ്ടോ, പി ബ്രാഞ്ചുകളുടെ തമ്മിലുള്ള ഡിസ്റ്റൻസും ആർ ബ്രാഞ്ച് തമ്മിലുള്ള ഡിസ്റ്റൻസും എന്താണ്, അസിമെട്രിക് ആണ്. അതായത് ജെ വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ട് കണ്ടോ, ആർ എന്ന് പറഞ്ഞത് കുറച്ചും കൂടി അടുത്തടുത്ത് സ്പേസ്ഡ് ആണ്, പക്ഷെ പി അതേപോലെ അല്ല. അപ്പോൾ അവിടെ ഒരു അസിമെട്രി ഉണ്ട്. അപ്പോൾ അതെന്താണ്, നമ്മൾ ട്രീറ്റ് ചെയ്തതിനുള്ളൊരു പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ അതാണ് നെക്സ്റ്റ് പറയുന്നതാണ് ബ്രേക്ക് ഡൗൺ ഓഫ് ബോൺ ഒപ്പൻഹൈമർ അപ്രോക്സിമേഷൻ, അതല്ലെങ്കിൽ അസിമെട്രി ഓഫ് റൊട്ടേഷൻ വൈബ്രേഷൻ ബാൻഡ്. അപ്പോൾ എവിടെ നിന്നാണ് ഈ അസിമെട്രി അറൈസ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നമ്മൾ മോസ് കർവ് പറഞ്ഞൂലേ, മോസ് കർവ് എന്ന് പറഞ്ഞാൽ ഡയാറ്റോമിക് മോളിക്യൂളിന് നമ്മൾ അൻഹാർമോണിക്കായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എനർജി ഡയഗ്രം ആയിരുന്നു. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ എച്ചും സിയും HCl ആണ് എടുക്കുന്നത്, CL ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുക, ഒരു സ്റ്റേറ്റ് ഇത് V = 0, V = 1, അതേപോലെ തന്നെ V = 2 ആണല്ലോ. അപ്പോൾ സോ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ എന്ത് സമയം, ഇത് ശരിക്കും എന്താ, ഇത് H ആണ്, ഇത് CL ആണ്, അതേപോലെ തന്നെ അടുത്ത സ്റ്റേറ്റിൽ ഇത് H ആണ്, അത് CL ആണ്. അപ്പോൾ ഇതെന്താ, ഇൻ്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ, ആർ എന്ന് പറയുന്നത് മാറ്റേണ്ടല്ലേ, ഇൻ്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആറ് മാറ്റുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, IR അതായത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്താണ്, മാറുന്നുണ്ട് അല്ലേ. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യക്ക് ചേഞ്ച് ഉണ്ട്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യക്ക് ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് V = 0 V = 1 പോവുകയാണെങ്കിൽ 1 നിന്ന് 2 പോവുകയാണെങ്കിലും ആറ് വ്യത്യാസമായി കഴിഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മാറ്റം വരും. അപ്പം ഓക്കെ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മാറ്റം വന്നു കഴിഞ്ഞാൽ ബിയും റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റും ഐയും തമ്മിൽ റിലേറ്റഡ് ആണ്. എന്താണ്, B = h/8π² IC ആണ്, സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. അതല്ല, നമ്മൾ റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് കറസ്പോണ്ടിങ് ടു വൈബ്രേഷൻ ലെവൽസ് എങ്ങനെയാണ് നമ്മൾ അക്യുറേറ്റ് ആയിട്ട് പറഞ്ഞത്, B = B - α × V + ½ ആണ്. അപ്പോൾ നമ്മൾ ബിയും ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ എടുക്കണം എന്ന് നമുക്ക് മനസ്സിലായിരുന്നു. സോ നെഗ്ലക്റ്റിംഗ് ദ സെൻട്രിഫ്യൂജൽ ഡിസ്റ്റോർഷൻ എഫക്റ്റ് അസ്യൂം, സെൻട്രിഫ്യൂജൽ ഡിസ്റ്റോർഷൻ അതായത് ഡീനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാം.
ഇനി അസ്യൂം ഡിഫറെൻറ്റ് റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ്സ് ഫോർ ദ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്. അതിൻ്റെ കാരണം മനസ്സിലായല്ലോ. സോ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ആ ഡീൻ്റെ സെൻട്രിഫ്യൂഗൽ ഡിസ്റ്റോർഷൻ കോൺസ്റ്റൻറ്റ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്സിലോൺ ജെ എന്ന് പറഞ്ഞാൽ ബി ജെ ഇൻറ്റു ജെ പ്ലസ് 1 വരും. ഓക്കെ. സോ നമ്മൾ വി ഈക്വൽ ടു 0 എന്ന് വി ഈക്വൽ ടു 1ലേക്ക് പോവാണ്. ആ ഒരു ട്രാൻസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയാണ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ. നമുക്ക് എന്ത് കിട്ടും? ന്യൂ ബാർ ഇസ് ഈക്വൽ ടു ന്യൂ സീറോ ബാർ പ്ലസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതണം. എന്താണ്? ന്യൂ സീറോ ബാർ ഒക്കെ അറിയില്ല, നമ്മളിപ്പോൾ ഈ ഒരു ഡെറിവേഷനിൽ കണ്ട തന്നെ. ഇതിൽ ചെയ്ത് അതേ പ്രൊസീജിയർ ചെയ്യുക. കണ്ടോ? 0 1ലേക്ക് പോവുക. പക്ഷേ ഇവിടെ എത്തുമ്പോൾ എന്തുണ്ടാവും? ഈ ബി പ്രൈം തന്നെ നമ്മൾ എഴുതണം. ന്യൂ ഇ ബാർ ഒക്കെ വരും, പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരുമിച്ച് എഴുതാൻ പറ്റില്ല. അതാണ് വ്യത്യാസം വരിക. ഓക്കെ. നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് ബീനെ പുറത്തേക്ക് എടുത്ത് നമ്മളിവിടെ എഴുതാം. ഈ സ്റ്റെപ്പിൽ കണ്ടില്ല, അങ്ങനെ എടുത്ത് എഴുതാൻ പറ്റില്ല നമുക്ക്. ഓക്കെ. അപ്പോൾ ന്യൂ സീറോ ബാർ ഉണ്ടാവും. അതേപോലെ തന്നെ പ്ലസ് B1, അതായത് വി ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ഉള്ള റൊട്ടേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ന്യൂ ബാർ ഈക്വൽ ടു ന്യൂ സീറോ ബാർ പ്ലസ് B1 ജെ പ്രൈം ഇൻറ്റു ജെ പ്രൈം പ്ലസ് 1 മൈനസ് B0 ഇൻറ്റു ജെ ഡബിൾ പ്രൈം ഇൻറ്റു ജെ ഡബിൾ പ്രൈം പ്ലസ് 1. സോ ഫോർ ആർ ബ്രാഞ്ച്, ഫസ്റ്റ് നമ്മൾ ആർ ബ്രാഞ്ചാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഡെൽറ്റ ജെ ഈക്വൽ ടു പ്ലസ് 1 ആണ്. അതായത് ജെ പ്രൈം മൈനസ് ജെ ഡബിൾ പ്രൈം ഈക്വൽ ടു 1, അതായത് ജെ പ്രൈം ഈക്വൽ ടു 1 പ്ലസ് ജെ ഡബിൾ പ്രൈം. സോ ന്യൂ ആർ ബാർ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ന്യൂ സീറോ ബാർ പ്ലസ് B1 ഇൻറ്റു ജെ ഡബിൾ പ്രൈം പ്ലസ് 1 ഇൻറ്റു ജെ ഡബിൾ പ്രൈം പ്ലസ് 2 മൈനസ് B0 ഇൻറ്റു ജെ ഡബിൾ പ്രൈം ഇൻറ്റു ജെ ഡബിൾ പ്രൈം പ്ലസ് 1. എൻ്റെ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? ജെ ഡബിൾ പ്രൈം പ്ലസ് 1 ഒരുമിച്ച് എഴുതി. ഓക്കെ. സോ ബാക്കിയുള്ള ടേംസിന് എടുത്ത് എഴുതി. ദാറ്റ് ഈസ് ന്യൂ സീറോ ബാർ പ്ലസ് ജെ ഡബിൾ പ്രൈം പ്ലസ് 1 ഇൻറ്റു അടുത്തതിൽ ഇതിന് B1 ജെ ഡബിൾ പ്രൈം, അതായത് ഈ ബ്രാക്കറ്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് B1 ജെ ഡബിൾ പ്രൈം പ്ലസ് B1 ഇൻറ്റു 2B1 പ്ലസ് B1 ദെൻ മൈനസ് B0 ജെ ഡബിൾ പ്രൈം, അതിൻ്റെ കൂടെ മൈനസ് B0 ആഡ് ചെയ്തു, പ്ലസ് B0 മൈനസ് B0 പ്ലസ് B0 കൂടി ആഡ് ചെയ്തു. ദെൻ അടുത്തത് ന്യൂ സീറോ ബാർ പ്ലസ് ജെ ഡബിൾ പ്രൈം പ്ലസ് 1 ഉണ്ട്. അപ്പോൾ ഇതിൽ ജസ്റ്റ് B1 മൈനസ് B0, അതായത് B1ലെയും B0ലെയും ജെ പ്രൈമിനെ ഒരുമിച്ച് എഴുതി. ദെൻ B1 മൈനസ് B0 പ്ലസ് B1 പ്ലസ് B0. അപ്പോൾ ഇതിൽ നമ്മൾ ജെ ഡബിൾ പ്രൈം പ്ലസ് 1ൽ B1 പ്ലസ് B0 കോമൺ ആണ്, അതിനെ എടുത്ത് എഴുതി നമ്മൾ. ന്യൂ സീറോ ബാർ പ്ലസ് J1 ഡബിൾ പ്രൈം പ്ലസ് 1 ഇൻറ്റു B1 പ്ലസ് B0, അതായത് ഈ ഒരു ടേം എടുത്ത് എഴുതി ഫസ്റ്റ്. ദെൻ ബാക്കിയുള്ളത് ജെ ഡബിൾ പ്രൈം പ്ലസ് 1 ഇൻറ്റു ഇതെന്ന് B1 മൈനസ് B0 പുറത്തേക്ക് എടുത്തു, ബാക്കി ജെ ഡബിൾ പ്രൈം പ്ലസ് 1 ആണ്. അപ്പോൾ അത് അടുത്ത സ്റ്റെപ്പിൽ ജെ ഡബിൾ പ്രൈം പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ എന്നായിട്ട് മാറി. ഓക്കെ. ജെ ഡബിൾ പ്രൈമിൻ്റെ വാല്യൂ 0 1 to etc ആണ്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കുക. അതാണ് ന്യൂ ആർ ബാർ. ഓക്കെ. ജെ ഡബിൾ പ്രൈം ആണ്, ജെ ഡബിൾ പ്രൈം പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. ദെൻ സിമിലർലി പി ബ്രാഞ്ച് ചെയ്യുക. ഡെൽറ്റ ജെ ഈക്വൽ ടു 1 ആണ് വരിക. ഡെൽറ്റ ജെ ഈക്വൽ ടു -1 അല്ലേ പി ബ്രാഞ്ചിൻ്റെ? ഓക്കെ. ഡെൽറ്റ ജെ ഈക്വൽ ടു -1. അപ്പോൾ പി ബ്രാഞ്ചിൻ്റെ ന്യൂ ബാർ പി ഈക്വൽ ടു ന്യൂ സീറോ ബാർ മൈനസ് ജെ പ്രൈം പ്ലസ് 1 ഇൻറ്റു B1 പ്ലസ് B0 പ്ലസ് B1 മൈനസ് B0 ഇൻറ്റു ജെ പ്രൈം പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ. അതിൽ ജെ പ്രൈം എന്ന് പറഞ്ഞാൽ ഫ്രം 0 1 to etc. ക്വസ്റ്റ്യൻ നമ്പർ 2 ആയിട്ട്. അപ്പോൾ തന്നെ നമ്മൾ കമ്പൈൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ന്യൂ സീറോ ബാർ പ്ലസ് B1 പ്ലസ് B0 ഇൻറ്റു എം എന്ന് പറഞ്ഞാൽ M is equal to J double prime plus 1 for R branch which is positive, and M is equal to J prime plus 1, it is negative for P branch. So we will get a new bar PR is equal to new 0 plus B1 plus B0 into M plus B1 minus B0 into M square centimeter inverse, M equal to plus or minus 1 plus or minus 2 etc. Okay. നെക്സ്റ്റ് എന്ന് പറയുന്നത് നോർമൽ വൈബ്രേഷൻസ് ഓഫ് CO2 ആൻഡ് H2O മോളിക്യൂൾ. അപ്പോൾ ഈ ഫിഗർ നോക്കുക. CO2 മോളിക്യൂൾ എന്ന് പറയുന്നത് ഇനി 4 നോർമൽ വൈബ്രേഷൻസ് ആണുള്ളത്. ലീനിയർ മോളിക്യൂൾ 4 നോർമൽ വൈബ്രേഷൻസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത് സിമെട്രിക് ആണ്, അല്ലേ? സിമെട്രിക് ആണ്. സിമെട്രിക് എന്ന് വെച്ചാൽ
ഈ കാർബൺ ബോണ്ട് ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ടുള്ള ആക്സിസ് ഇതല്ല ആക്സിസ്. അപ്പോൾ ആ ഒരു ആക്സിസിന് 180 ഡിഗ്രി നമ്മൾ തിരിച്ചാലും എന്തുണ്ടാവില്ല, ഈ സിമെട്രിക്ക് വ്യത്യാസം വരില്ല. അതേപോലെ തന്നെ ഇതിന് നമ്മൾ 180 ഡിഗ്രി തിരിച്ചാലും എന്തില്ല, ഈ സിമെട്രിക്ക് വ്യത്യാസം വരില്ല. അപ്പോൾ അതെന്താണ്, സിമെട്രിക്കാണ്. അപ്പോൾ അതിന് സിമെട്രിക് സ്ട്രെച്ചിങ്, ഇതിനെ നമ്മൾ സിമെട്രിക് സ്ട്രെച്ചിങ്, അതായത് ഇങ്ങോട്ട് വലിയല്ലേ ചെയ്യുന്നത് രണ്ട് സൈഡിലേക്ക്. അപ്പോൾ ഇതിന് സിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറയും, ഇതിന് സിമെട്രിക് ബെൻഡിങ് എന്നും പറയും. ഓക്കെ. ഇതിൽ ന്യൂ 1 ന്യൂ 2 ന്യൂ 3 എന്ന് പറഞ്ഞിട്ടാണ്, കണ്ടോ, ന്യൂ 1 ന്യൂ 2 ന്യൂ 3 എന്ന് പറഞ്ഞിട്ടാണ് ഈ വൈബ്രേഷൻസിനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഡിക്രീസിങ് ഫ്രീക്വൻസിൻ്റെ ടേംസിലാണ് എഴുതിയിട്ടുള്ളത്. സോ ന്യൂ 1 എന്ന് പറഞ്ഞാൽ അതിന് ഹയസ്റ്റ് ഫ്രീക്വൻസി, അതേപോലെ തന്നെ ന്യൂ 2 എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഹയസ്റ്റ്, ദെൻ ന്യൂ 3 എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പം ന്യൂ 3 എന്ന് പറഞ്ഞാൽ അസിമെട്രിക് ആണ്. നോക്കുക, ദിസ് ഈസ് അസിമെട്രിക് സ്ട്രെച്ചിങ്. ദെൻ ദിസ് ന്യൂ 2 വൈബ്രേഷന് 2 ടൈപ്പ് ഓഫ്, നമ്മൾ പറഞ്ഞ 4 നോർമൽ മോഡ്സ് ആണ്. അപ്പോൾ അതിൽ 2 വൈബ്രേഷനാണ് കോൺസിസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വന്ന് പ്ലെയിൻ ഓഫ് ദ പേപ്പർ, അടുത്തതെന്ന് പറഞ്ഞാൽ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദിസ് പേപ്പർ. അപ്പോൾ 2 വൈബ്രേഷൻസ് ആണുള്ളത്. അപ്പോൾ ഇത് ഡബിളി ഡീജനറേറ്റ് ആണ്. അതിൻ്റെ ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ട്, ഒബ്സേർവ്ഡ് ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെയാണ് 3 നോർമൽ മോഡ്സ് ആണ് നോൺ ലീനിയർ ട്രയാറ്റോമിക് ആയിട്ടുള്ള H2O വാട്ടർ മോളിക്യൂളിനുള്ളത്. അതും ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. ന്യൂ 1 ന്യൂ 2 ന്യൂ 3 എന്ന് പറഞ്ഞിട്ട് അതിൽ ഫസ്റ്റ് വൺ സിമെട്രിക് സ്ട്രെച്ചിങ് ആണ്, രണ്ടാമത്തെ സിമെട്രിക് ബെൻഡിങ് ആണ്, അതേപോലെ തന്നെ മൂന്നാമത്തെ ന്യൂ 3 എന്ന് പറഞ്ഞാൽ അസിമെട്രിക് ആണ്. ഓക്കെ. അപ്പോൾ നോക്കുക, പിന്നെ ഇനി ഒരു മൊഡ്യൂളുള്ളത് അതിൻ്റെ IRൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷനും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ തിയറിയാണത്, വായിച്ച് നോക്കിയാൽ മനസ്സിലാവും.